ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം വൈകിക്കാതെ തന്നെ പറയാം, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇമേജിൽ കാണുന്ന ബൊക്കെയാണ് കേട്ടോ. അപ്പം ഇത് എൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ബൊക്കെയാണ്. നമുക്കിഷ്ടമുള്ള കളർ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിക്കാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഫ്ലവർ ഷോപ്പിലൊക്കെ എന്ത് കിട്ടും, ഈ ബൊക്കെ ഹോൾഡർ കിട്ടും മേടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒയാസിസ് ആണുള്ളത്. ഒയാസിസ് ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്തിട്ടാണ് അത് മേടിക്കാൻ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതിന് അറൗണ്ട് ഒരു 60 അല്ലെങ്കിൽ ഒരു 50 എബവ് ആയിട്ട് അത് മേടിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതും ഒരു ഫ്ലവർ ഷോപ്പിൽ നിന്ന് ചീപ്പ് റേറ്റിൽ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. ഇത് ഇങ്ങനെ മേടിച്ച് വെക്കുകയാണുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരു വലിയ എമൗണ്ട് കൊടുത്ത് മേടിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ കളർ ചോയ്സിനനുസരിച്ചും നമ്മുടെ തന്നെ കല്യാണത്തിൻ്റെയൊക്കെ ബൊക്കെ, കല്യാണത്തിൻ്റെയോ അല്ലെങ്കിൽ അതുർബാനയുടെയോ അങ്ങനത്തെയൊക്കെ ബൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെയുള്ളത് ഇത് ഇത്തരം ലീഫാണ് കേട്ടോ. പല ടൈപ്പ് ലീവ്സ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ഒരു ലാവൻഡർ അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നൊരു ചെറിയ ഫ്ലവറും ഉള്ള ഈ ലീവ്സ് തന്നെ ചെയ്യാണ്. ആ ബൊക്കയിൽ ആദ്യം ഞാൻ കുത്തി വെക്കുക കേട്ടോ. അത് ഒരു ബഞ്ചായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഇങ്ങനെ ഹോൾസിലോട്ട് അല്ലെങ്കിൽ ആ ഒയാസിസ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഒയാസിസ് ഉണ്ട്, അതിലോട്ട് ഇങ്ങനെ കുത്തി സ്റ്റിക്ക് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഫേമായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ. അത് പോത്തൊന്നുമില്ല, അത് അവിടെ ഇരുന്നോളും. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ താഴത്തോട്ട് കുറച്ചും കൂടി ഒരു ഡാർക്കർ ഗ്രീൻ കളറുള്ള ലീവ്സ് ഞാൻ അതിൻ്റെ താഴ്വശത്തോട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇതിങ്ങനെയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ഇപ്പോൾ ഇങ്ങനെയാണ് അത് കാണാനുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ ഫ്ലവേഴ്സിനൊന്നും അടിയിൽ ചിലപ്പം സ്റ്റെമ്മ് കാണുകയില്ല. അതിന് പകരം നമ്മൾ ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പിയോ വല്ലതും വെച്ച് ഇതുപോലെ ഉള്ളിൽ കയറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു സ്റ്റെമ്മായിട്ട് അത് കിട്ടും. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഫ്ലവേഴ്സ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്യേണ്ടത് ആ രീതിക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ വെഡ്ഡിങ്ങിന് ഞാൻ ചൂസ് ചെയ്തത് ഒരു പിങ്ക് ക്രീം, ആ കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. പിങ്കിൻ്റെ പല ഷെയ്ഡ്സും, ഒരു ഓഫ് വൈറ്റ് ക്രീം, ആ ഷെയ്ഡ്സ് അങ്ങനെയൊക്കെ കൂടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം ഞാൻ സെൻറ്ററിൽ ഒരു ഫ്ലവർ കൊടുത്തു. പിന്നെ ഡാർക്കർ പിങ്ക് എന്ത് ചെയ്തു, അതിൻ്റെ ചുറ്റും കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റും എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന പോലെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് ചെയ്യാം കേട്ടോ. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. നന്നായിട്ട് ഫില്ലായിട്ടിരിക്കുന്ന ഒരു ബൊക്കെ, ഭയങ്കര വലിപ്പമൊന്നും തോന്നിക്കാത്ത, എന്നാൽ ഒരു ലാർജ് സൈസിലുള്ള ബൊക്കെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യുവാണ്. അപ്പോൾ പിങ്ക് ഫ്ലവർ വെച്ചു, അതിന് ഇടയ്ക്കോട്ട് ഒരു കോൺട്രാസ്റ്റ് എന്നുള്ള രീതിക്ക് ഒരു ക്രീം ഷെയ്ഡുള്ള റോസ് ഫ്ലവറും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതും ഇങ്ങനെ നമുക്ക് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് അവിടെ ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ സൈസ് ചെറുതായിട്ടുള്ള പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ്, ഞാൻ ലൈറ്റർ പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് അതിൻ്റെ ഇടയ്ക്കൂടെ ഫിക്സ് ചെയ്യുവാണ്. അപ്പം അതും 2 ഷെയ്ഡ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റർ പിങ്കും ഒരു ഡാർക്ക് പിങ്കും എടുത്തിട്ടുണ്ട്. അതും നമുക്ക് എവിടെയാണോ സ്പേസ് നോക്കിയിട്ട് അത് ആ സ്പേസ് കറക്റ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് വരണം. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ചും കൂടെ, നമ്മൾ നേരത്തെ വെച്ച ലീവ്സിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡായിട്ടുള്ള ഗ്രീൻ ലീവ്സ്, ഇത് ഞാൻ ഇനി മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഈ പറയുന്ന പോലെ തന്നെ അതിന് ഇച്ചിരി നീട്ടം കിട്ടാനായിട്ട് ഈർക്കിളിയോ അല്ലെങ്കിൽ നൂൽക്കമ്പിയോ എല്ലാം കുത്തിയിട്ട് ഇതിൻ്റെ അടിവശം, ബൊക്കയുടെ അടിവശം മൊത്തം ഫില്ല് ചെയ്തെടുക്കുകയാണ്. എനിക്ക് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത പോലത്തെ അല്ലെങ്കിൽ ആരും കണ്ടിട്ടില്ലാത്ത പോലെ എൻ്റെ ബൊക്കെ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടൈപ്പ് വെച്ചിട്ട് അടി ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് റൗണ്ട് മൊത്തം നന്നായിട്ട് തിക്കായിട്ട് ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അതാകുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുമെന്ന് നമുക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. നമുക്ക് ഓരോ ഇൻറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, ഇത് ശരിയായിട്ട് വരും, ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും, അങ്ങനെ നമുക്ക് തോന്നില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതും നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിനൊന്നും ആരും വലിയ എമൗണ്ട് കൊടുത്ത് ഒരു 3,500 ഒക്കെ കൊടുത്ത് നമ്മളൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നോക്കി ഇത് ഫില്ല് ചെയ്ത് വരുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കി, അടിപൊളിയായിട്ട് വരും നമ്മൾ ചെയ്ത് കഴിയുമ്പം. ഇനി ഇങ്ങനത്തെ സ്കില്ല് എനിക്കില്ലല്ലോ എന്നാരും ആലോചിക്കേണ്ട. ഇതൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ
നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സ്കില്ലുകളാണ്. ഇതൊന്നും ആർക്കും വെറുതെ ഇരുന്ന് കിട്ടണതല്ല. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ ഓരോ ഐഡിയ ഉണ്ടാകുന്നത്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പം നോക്കിയേ, ഇതെന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇതിൻ്റെ അടി മൊത്തം ഞാനിങ്ങനെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയും റോസ് ഫ്ലവേഴ്സ് ഫില്ല് ചെയ്യണം. നോക്കിയേ, ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ബൊക്കെ എന്ന് പറയുന്നത് കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണ് നോക്കി ആ കളർ കോമ്പിനേഷൻ. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ തന്നെ ഫംഗ്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീലാണ്. നമ്മുടെ സ്വന്തം പരിപാടിക്ക് വേണ്ടി നമ്മൾ സ്വന്തം എഫേർട്ട് ഇട്ട് ഉണ്ടാക്കുമ്പം അതിന് കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുക. ഇനി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്